ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പറയുന്നതനുസരിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ സന്തോഷമായി നമുക്ക് തിരിയാം. ഒച്ച വയ്ക്കാനോ എതിർക്കാനോ ശ്രമിച്ചാൽ ഇവിടെ നിന്ന് ജീവനും കൊണ്ടുപോകില്ല. മര്യാദയ്ക്ക് ആഭരണങ്ങളെല്ലാം അഴിച്ചു വെക്കണേ. എന്റെ പൊന്നു മക്കളെ, പടച്ചോനെ വിചാരിച്ച് നമ്മളെ ഒന്ന് ഒഴിവാക്ക്. അത് കൊള്ളാമല്ലോ കാക്ക. പടച്ചോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നിലയ്ക്കാവില്ലായിരുന്നല്ലോ. കൂടുതൽ വർത്തമാനം പറയാതെ എല്ലാം അഴിച്ചു വാങ്ങണേ രാജു. കള്ളന്മാരാണെങ്കിലും നിങ്ങൾക്കും പെങ്ങന്മാരില്ലേ? അതുങ്ങളെ നിൽക്കാവ് മുടങ്ങി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വാചകം നിർത്തിയല്ല അഴിച്ചു കാടോ. ഇല്ലെങ്കിൽ ഇത് അഴിച്ചു തരുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ നമ്മളെ കൊല്ലുകയാണ്. 14-ാമത്തെ വയസ്സ് മുതൽ ഇവർക്ക് നിക്കാഹ് ആലോചിക്കാൻ തുടങ്ങിയതാ. 26-ാമത്തെ വയസ്സിലാ മോനെ ഒന്ന് ഉറച്ചു കിട്ടിയത്. ഓളെ കണ്ടിട്ടല്ല, ഓളെ മേത്ത് കിടക്കണ പൊന്ന് കണ്ടിട്ട. അന്തി ഉറങ്ങണ കുടിയും പറമ്പും തീരെഴുതി കൊടുത്തിട്ടാണ് മക്കളെ ഞാൻ ഇത്രയും പൊന്നുണ്ടാക്കിയത്. അത് ഞങ്ങൾ പിടിച്ചു പറിക്കാന്ന് വെച്ചാ നമ്മളെ ജീവനെ നിങ്ങൾ പിടിച്ചു പറിച്ചു. അതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വേണ്ടി വന്നാൽ നിന്നെ തട്ടി പൊന്ന് കെട്ടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുമായിട്ട് മരുടാനുള്ള ആരോഗ്യം ഞമ്മക്കില്ല മക്കളെ. മോളെ ഇങ്ങോട്ട് ഇറങ്ങി അവിടെ എടുക്കണം. കണ്ടോ മോനെ, ഈ കാലാണ് പൊന്നായിട്ട് ഇവിടെ കഴുത്തി കിടക്കണം. ഈ നിക്കാഹ് കൂടി നടന്നില്ലെങ്കിൽ അമ്പറത്തെ തങ്ങളാണ് ഇനി കൂടി ജീവിച്ചിരിക്കുക. പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് മോനെ? അനക്കത്രേ വിധിച്ചിട്ടുള്ളൂ മോളെ. നമ്മളെ കൊന്നിട്ട് നിങ്ങൾ തടിച്ചെടുത്തോളി. നിങ്ങളെങ്കിലും സുഖമായി ജീവിച്ചോളി. നിങ്ങൾ കയറിയിരിക്കും. മോനെ മോളെ കയറിയിരിക്കും. മോളെ രാജു, നീ എന്ത് ചെയ്യാൻ പോവാണ്? സമയമുണ്ട്, പറയാം. പടച്ചോൻ എന്നെ തുണയ്ക്കും മോനെ. എന്റെ ജീവൻ പോണവരെ അന്നെ നമ്മൾ മറക്കില്ല. താൻ വണ്ടി എടുക്ക്. നീ എന്ത് തെണ്ടിത്തരമാണ് കാണിക്കുന്നത്? തെണ്ടികളായ നമ്മള് നല്ലത് വല്ലതും കാണിക്കുമെന്ന് കരുതിയ നീയല്ലേടാ വിഡ്ഢി. ഇപ്പോഴെന്നെ കുത്തി കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഇനി വൈകിക്കണ്ട. ഇന്നാ കുരുത്തം കെട്ടവൻ. നിന്നെ കൂടെ കൂട്ടി അന്ന് മുതൽ ഞാൻ ഗതി പിടിച്ചിട്ടില്ലടാ. രാജു രാമൻ വന്നില്ലേ? ഇല്ല സാർ. ശരി, ഞാൻ 11 മണിക്ക് സൈറ്റിൽ വരാം. രണ്ടുപേരും എപ്പോഴും ഇപ്പുറത്തെ സ്റ്റേഷൻ ഗഡികളായ നിങ്ങൾ ഈ അതിർത്തി വിട്ട് പോയിട്ടില്ലെന്ന് ഉറപ്പിക്കാനാണ് ദിവസം ഇവിടെ ഒപ്പിടാൻ പറയുന്നത്. എനിക്ക് നിങ്ങളത്ര വിശ്വാസമൊന്നും പോരാ. എന്റെ കണ്ണിൽ പൊടിയിടാന്ന് വിചാരിച്ചാൽ അത് സാധിക്കുമെന്ന് ഓർമ്മിക്കുന്നുണ്ട്. രാമു, എനിക്ക് ഈ അടുത്ത കാലത്തായി നിരപരാധത്തിൽ കൂടുതലാണല്ലേ? അത് സ്ത്രീകളെ കാണുമ്പോൾ എന്റെ മൂക്കിന് ചുവട്ടി നടക്കുന്ന നിന്റെ തെമ്മാടത്തങ്ങൾ ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ പിടിച്ച് സ്റ്റേഷനിൽ വരാൻ മാനമുള്ള കുടുംബക്കാരും തയ്യാറാവുന്നില്ല മാത്രം. പക്ഷെ കാറ്റെപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രം വീശുമെന്ന് വിചാരിക്കേണ്ട. ഈ കളി തുടർന്നാൽ അധികം താമസം കഴിയേണ്ടി വരും. മനസ്സിലായോ? പോയിക്കോ. അയാളുടെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി. കൂടുതൽ കളിച്ചാൽ അകത്താക്കാനും അയാൾ മടിക്കില്ല.
നീ ഒന്നും മിണ്ടാതെ പോടാ. ഇതുപോലെ എത്ര ഇൻസൈഡർമാരെ കണ്ടിരിക്കുന്നു. പിന്നെ അയാൾ തീ കൊണ്ട് കളിച്ചാൽ കൈ പൊള്ളുമെന്നോടെ നീ ഓർമ്മിച്ചു. ആ പാമ്പറ. അപ്പോഴേ സാർ എങ്ങോട്ടാ? ഛേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണോടാ തിരിച്ചു വിളിക്കുന്നത്? ഓ, നല്ല കാര്യം അല്ലേ? ശരി ശരി, പതിവ് പരിപാടിയല്ലേ, നടക്കട്ടെ. എന്താ പൊങ്ങുന്നില്ല അല്ലേ? എന്നാ ഞാൻ പൊക്കിത്തരാം. വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെന്താടോ അങ്ങനെ? ഒരു സഹായമല്ലേന്ന് വെച്ചിട്ടില്ല. ഞാൻ പിടിച്ചു തരാം. വേണ്ട, പിടിച്ചു തരാൻ വേറെ ആളുണ്ട്. എടി പെണ്ണേ, വലിയ വീര്യൊന്നും കാട്ടണ്ട. ചട്ടിന്ന് ചാടി അടുപ്പിലാന്ന് ഓർമ്മിച്ചോ. രാമുന്റെ അടുത്ത് വിലസുവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നിന്നെ എടുത്തോളാം. സാവിത്രി, ഇന്ന് മഴ പെയ്യുമെന്നാ തോന്നുന്നത്. അതെന്താടി? 2 ആഴ്ചയോളം ആയല്ലോ ഞാൻ ചത്തോ ജീവിച്ചോന്ന് അറിയാൻ വന്നിട്ട്. മതി മതി നിന്റെ പുന്നാരം പറിച്ചില്. ആയിരിക്കും. ഞാൻ പറയുന്നതിനേ കുഴപ്പമുള്ളൂ. പുതിയ കുറ്റി തടഞ്ഞാൽ പഴയതൊക്കെ മറക്കുമെന്ന് എനിക്കറിയാം. നിന്നെപ്പോലൊരു ശീലാവധി എനിക്ക് മറക്കാൻ പറ്റുമോ എന്റെ സാവി? സമയം കളയാതെ കിടക്കെന്റെ മോളെ. ഓ, എത്ര നീ മാത്രം അകത്തേക്ക് വന്നാൽ മതി. വാ, ഊണ് കഴിക്കാം. വാ, അങ്ങോട്ട് നീ. കാശൊക്കെ തീർത്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ചോദിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. ഏതായാലും നാളത്തേക്ക് കാശ് വേണമല്ലോ. നാളത്തെ കാര്യമല്ലേ?